ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് മോം. സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടാവുക എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമാണ് തനിക്ക് എന്തു വേണം, എവിടെ പോകണം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കൂ. സ്വന്തമായി അഭിപ്രായമുള്ളവരും തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരുമൊക്കെ വ്യക്തിത്വമുള്ളവരാണ്. ഇവർക്ക് എല്ലാ കാര്യത്തിലും വ്യക്തതയും തനിക്ക് എന്താണ് ആവശ്യം, എന്താണ് ആവശ്യമില്ലാത്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ പരിപൂർണമായ ധാരണയും ഉണ്ടായിരിക്കും. എന്നാൽ ചിലർക്ക് പല കാര്യങ്ങളിലും കൃത്യമായ ഉത്തരമോ അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ സാധിക്കാത്തതോ ആയി കാണാം. ഇത്തരം പ്രശ്നങ്ങളെല്ലാം മാറ്റി ഒരാൾക്ക് എങ്ങനെ ഒരു വ്യക്തിത്വം നേടിയെടുക്കാമെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിൻ്റാണ്, നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുക. നമ്മൾക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു വ്യക്തമായ ധാരണ വേണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം സ്വയം മനസ്സിലാക്കാൻ കഴിയും. തന്നെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അത് തുറന്നു പറയുവാൻ മടി കാണിക്കാതിരിക്കുക. 2. സ്വയം വിലയിരുത്തലുകൾ നടത്തുക. താൻ ചെയ്യുന്ന ഏതു കാര്യത്തിനെയും സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ്. എന്നാൽ മാത്രമാണ് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതാണ് വേണ്ടാത്തത് എന്നെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നതിനും ഇത് സഹായിക്കും. ജോലിയിൽ എത്രത്തോളം ശ്രദ്ധ കൊണ്ടുവരണമെന്നും തൻ്റെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും മനസ്സിലാവുകയുള്ളൂ. 3. എല്ലാത്തിൻ്റെയും നല്ലത് കാണുവാൻ ശ്രമിക്കുക. ഏതൊരു കാര്യത്തിൻ്റെയും നെഗറ്റീവ് സൈഡ് ആദ്യം കാണുന്നതിന് മുൻപ് അതിൻ്റെ പോസിറ്റീവ് സൈഡ് കണ്ടെത്താൻ ശ്രമിക്കുക. അതുപോലെ സ്വന്തം കാര്യത്തിലും മറ്റുള്ളവരിലും നല്ലത് കണ്ടെത്തുന്നത് സ്വയം വളരുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. എല്ലായ്പ്പോഴും നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്നത് സ്വയം വളരുവാൻ തടസ്സമാകുന്നു. നമ്മൾ ഒരാളോട് മോശമായി പെരുമാറിയാൽ അയാൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്താലും അയാളെ കുറ്റം പറയുന്നത് പൊതുവെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ പോസിറ്റീവ്സ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നാം വളരുന്നത്. നല്ലത് കണ്ടാൽ പ്രശംസിക്കുന്നതും നല്ലതാണ്. 4. അനുഭവം ഗുരു. ചിലർ എത്ര അനുഭവം കിട്ടിയാലും അതിൽ നിന്ന് പഠിക്കാതെ അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നത് കാണാം. നമ്മളുടെ ജീവിതത്തിൽ അത് ചീത്തയായാലും അല്ലെങ്കിൽ നല്ലതായാലും അതിൽ നിന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് സ്വയം വളരുവാൻ സാധിക്കുന്നത്. അതുപോലെ അതിൽ നിന്ന് സ്വയം ഒരു വ്യക്തിത്വം വികസിപ്പിക്കുവാൻ സാധിക്കുന്നതും. 5. സ്വയം വിശ്വാസം വളർത്തുക. ആദ്യം തന്നെ എന്നെക്കൊണ്ട് പറ്റില്ല എന്നല്ല പറഞ്ഞു പഠിക്കേണ്ടത്. ഞാൻ ട്രൈ ചെയ്യാം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കും എന്നെല്ലാം പറഞ്ഞ് നമുക്കൊരു വിശ്വാസം വളർത്തണം. അതാണ് പൊതുവിൽ വേണ്ടത്. നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വളർന്നാൽ മാത്രമാണ് സ്വയം അഭിമാനവും തൻ്റെ കഴിവിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകളും വളർത്തിയെടുക്കുവാൻ കഴിയുന്നത്. നമ്മൾക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഏതൊരു സ്ഥലത്തും, അത് ജോലി സ്ഥലത്തായാലും ജീവിതത്തിലായാലും സ്വന്തം രീതിയിൽ പോസിറ്റീവായി നിലനിൽക്കുവാൻ സാധിക്കുന്നത്. 6. കള്ളത്തരം കാണിക്കാതിരിക്കുക. പാത്തും പതുങ്ങിയും അതുപോലെ ഒളിഞ്ഞും കാര്യങ്ങൾ പറയാതെ തനിക്ക് പറയുവാനുള്ളത് നേരെ തുറന്നു പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നു. നിങ്ങൾക്ക് മറ്റൊരാളുടെ പ്രവൃത്തിയിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മറ്റുള്ളവരോട് തുറന്നു പറയാവുന്നതാണ്. അതുപോലെ ഉള്ളിൽ മറ്റൊന്നും പുറത്തേക്ക് മറ്റൊന്നും കാണിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം എന്താണോ അത് പ്രകടിപ്പിക്കുക. 7. മറ്റുള്ളവരുടെ അഭിപ്രായത്തിനൊത്ത് മാറാതിരിക്കുക. സ്വയം തിരിച്ചറിവുകളും താൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തമായി തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നും ധാരണയുണ്ടായിരിക്കും. കൂടാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ജീവിതം പല വഴിക്ക് തിരിക്കാതെ തൻ്റേതായ രീതിയിൽ ഒരു വഴിയെ ലക്ഷ്യബോധത്തോടെ ജീവിക്കുക. മറ്റുള്ളവർ എന്തു പറയുമെന്ന് ചിന്തിക്കാതെ നമുക്ക് സന്തോഷം നൽകുന്നത് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക്